ഹലോ എവ്രി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹുണ്ടായി എക്സ്റ്റർ ആണ്. യെസ്, അപ്പൊ നമ്മുടെ ഈ എക്സ്റ്റർ എന്ന് പറയുന്ന ഒരു മൈക്രോ എസ് യു വി സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ ആദ്യമേ നമുക്ക് ഡിസൈൻ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ എസ് യു വിക്ക് വേണ്ട ഒരു സ്റ്റാൻസ് ഒക്കെ വെഹിക്കിളിന് മൊത്തത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിന് കമ്പനി ആ ഒരു കാര്യത്തിലൊക്കെ വളരെ നീറ്റായിട്ടാണ് ആ കാര്യമെല്ലാം ഡിസൈൻ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ട് ആ ഒരു ഫേസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനിൽ നമുക്ക് ആദ്യമേ തന്നെ ഹുണ്ടായുടെ ഒരു വലിയ ലോഗോ കൊടുത്തേക്ക് നമുക്ക് കാണാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് നമുക്ക് ഈ ഒരു എച്ച് ഡിസൈനിൽ വരുന്ന ഒരു LED DRLs ആണ് വെഹിക്കിളിന് വന്നേക്കുന്നത്. ഇതിൽ കോർണറിംഗ് ലാമ്പും വരുന്നുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനകത്തായിട്ടാണ് നമുക്ക് ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ്, ബൈ പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വെഹിക്കിളിന് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഇപ്പൊ ഹുണ്ടായുടെ വാഹനങ്ങളെല്ലാം കാണുന്ന ആ ഒരു പാരാമെട്രിക് ഗ്രില്ല് കൊടുത്തേക്കുന്നത് കാണാം. ചെറിയ ഓപ്പണിംഗ് ഉള്ള രീതിയിലാണ് അതിൽ കൊടുത്തേക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. ആ ഒരു ഗ്ലോസി ഫിനിഷിലൊക്കെ കൊടുത്തേക്കുന്നത് കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട്. വെഹിക്കിളിന്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു അട്രാക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ എക്സ്റ്റർ നല്ല വലുപ്പത്തിൽ നല്ല രീതിയിൽ ബാഡ്ജ് ചെയ്തേക്കുന്നത് കാണാം. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു എയർ ഡാം ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം. അവിടെ ഒരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ താഴെ കാണാം. അതൊരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇന്നിപ്പോ എടുത്തേക്കുന്ന എക്സ്റ്റർ ടോപ്പ് എൻഡ് മോഡലാണ്. SX ഓപ്ഷൻ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. പിന്നെ ഈ കളർ എന്ന് പറയുന്നത് റേഞ്ചർ കാക്കി എന്നാണ് ഹുണ്ടായി ഈ കളറിനെ വിളിക്കുന്നത്. ഒരു ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് ആണത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് സൈഡ് ഡിസൈനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ എക്സ്റ്ററിന്റെ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് ആണ് അതിൽ കൊടുത്തേക്കുന്നത്. അതിൽ ടയർ സൈസ് വന്നിട്ട് 175/65 R15 ആണ് ടയർ സൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വീൽ ആർച്ചസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിലൂടെ ഈ സ്മാർട്ട് ഓട്ടോ എന്നുള്ളത് നമ്മൾ ഇന്ന് ഇപ്പോൾ ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്യുന്ന AMG ട്രാൻസ്മിഷൻ ആണ്. അതിന്റെ ഒരു ബാഡ്ജിങ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ AB പില്ലേഴ്സ് എല്ലാം ABC പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിന്റെ. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂഫ് റെയിലാണ്. അത് നല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു എക്സ്റ്ററിന്റെ ഈ മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു പക്ക ഒരു യൂത്ത്ഫുൾ ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ ന്യൂജൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു ഡിസൈനാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഒരു വെഹിക്കിള്. കാരണം അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ഉണ്ട്. വെഹിക്കിൾ നമ്മളൊരു സബ് 4 മീറ്റർ ഒരു കാറ്റഗറി വരുന്ന വെഹിക്കിളാണ്. ഇതിന്റെ വീൽ ബേസ് വന്നിട്ട് 2450 mm വീൽ ബേസ് വരുന്നുണ്ട് വെഹിക്കിളിന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്റീരിയറിൽ നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് അത് ഇന്റീരിയറിൽ വരുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് നമുക്ക് ഡോർ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഒരു ബാക്കിലത്തെ ഡോറും നോക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല വീതിയിലുള്ള ഒരു ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തേക്കുന്നത്. ഒരു ക്വാർട്ടർ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു നമുക്ക് വെളിയിലോട്ടുള്ള ഒരു കാഴ്ചയൊക്കെ ആണെങ്കിലും ആ ഒരു വ്യൂ ഒക്കെ നല്ല വിസിബിലിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ഇന്റീരിയറിലേക്ക് നല്ല ഒരു ലൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇത്രയും ഒരു വൈഡറായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊരു ഡയമണ്ട് കട്ട് ഫിനിഷ് പോലെ കൊടുത്തേക്കുന്നത് കാണാൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്ര കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു ഡയമണ്ട് ഫിനിഷ് ഇവിടെ കാണാൻ പറ്റും, നല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കളറുമായിട്ട് അത് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഇങ്ങനെ റേസ് ചെയ്തുള്ള രീതിയിൽ ഒരു ഡിസൈൻ ഫോളോ ചെയ്തേക്കുന്ന കാണാം. ഒരു കട്ട്സ് ഒക്കെ ഒരു ബൾജ് ചെയ്തുള്ള രീതിയിലൊക്കെ കൊടുത്തേക്കുന്ന കാണാം. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഡിസൈൻ്റെ ഒരു ഫോർമേഷൻ ഒക്കെ കൊടുത്തേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ബാക്കിലും നമുക്ക് ആ ഒരു വീൽ ആർച്ചസ് ആ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയാണ് പോയേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റിയർ ഡിസൈനിലേക്ക് പോവാം. യെസ്, അപ്പൊ നമ്മുടെ എക്സ്റ്ററിന്റെ റിയർ ഡിസൈൻ എന്ന് പറയുന്നത് പക്ക ആ ഒരു സ്പോർട്ടി ഫീലിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ആദ്യമേ തന്നെ അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സ്പോയിലർ ആണ്. ഒരു നല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു സ്പോയിലർ കൊടുത്തേക്കുന്നതാണ്. അതിനൊരു വെറൈറ്റി ഡിസൈൻ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ രണ്ട് എന്താ പറയുക, ഒരു എക്സ്റ്റൻഡർ പോലെ കൊടുത്തിട്ട് ഉള്ള രീതിയിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. പിന്നെ മേളിൽ നമുക്കൊരു ഷാർക്ക് ഫിന്നാൻഡ് കാണാം. അത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കാണാം. പിന്നെ ഇതിൽ ഡീഫോർഗർ കൊടുത്തിട്ടുണ്ട്, റിയർ വൈപ്പർ വന്നിട്ടുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ സൈഡിൽ കാണിച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് പോലത്തെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു രീതിയിൽ കൊടുത്തേക്കുന്നത് കാണാം. നല്ലൊരു സ്ട്രൈപ്പ് പോലെ സെന്ററിൽ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ അതിൽ തന്നെ ഉള്ളിൽ നമുക്കൊരു ഹുണ്ടായുടെ ഒരു വലിയ ലോഗോ പ്ലേസ് ചെയ്തേക്കുന്നത് കാണാം. പിന്നെ
സൈഡിലെത്തിയ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെയിൽ ലാമ്പാണ്. ആ ഒരു എച്ച് ഒരു ഫീൽഡിൽ വരുന്ന രീതിയിലുള്ള ഒരു LED ടെയിൽ ലാമ്പാണ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. ഈ ഒരു എച്ചിന്റെ ഒരു ഇപ്പൊ ഇനിയിപ്പോ ഉള്ള വെഹിക്കിൾസിലെല്ലാം, നമ്മുടെ ഹുണ്ടായുടെ വെഹിക്കിൾസിലെല്ലാം ഇനിയിപ്പോ ഈ ഒരു ഡിസൈൻ ആയിരിക്കും പൊതുവെ ഇനി കീപ്പ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മളിങ്ങനെ അറിയുന്നുണ്ട്. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു എച്ച് എന്നുള്ള ഒരു ആ ഒരു നമ്മളിപ്പോ ഈ നമ്മുടെ DRLസിലാണെങ്കിലും നമ്മുടെ ഈ ടെയിൽ ലാമ്പിലൊക്കെ കാണുന്ന ആ ഒരു ഡിസൈൻ അവർ കീപ്പ് ചെയ്തേക്കുന്നത് അതുകൊണ്ടും കൂടാണ്. പിന്നെ താഴോട്ട് വന്നാൽ ഇവിടെ നമുക്ക് എക്സ്റ്റർ എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. പിന്നെ ഞാൻ ഇവിടെ സെൻസേഴ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ ആയിട്ടാണ് ക്യാമറ കൊടുത്തേക്കുന്നത്. പിന്നെ താഴോട്ട് വന്നാൽ റിഫ്ലക്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമ്മുടെ തൊട്ട് താഴെയായിട്ടും ഒരു നല്ല ഒരു വലുപ്പത്തിലായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു മാറ്റ് സിൽവർ ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് നേരെ ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. യെസ്, അപ്പം 391 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട് വെഹിക്കിളിൽ. നല്ല രീതിയിൽ 2-3 പെട്ടിയൊക്കെ വെക്കാവുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് തന്നെയാണ് വെഹിക്കിളിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പാഴ്സൽ ട്രെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നേരെ നമുക്കിനി ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ എക്സ്റ്ററിന്റെ ഇന്റീരിയറിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഡാഷിന്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള രീതിയിൽ തന്നെയാണ് ഡാഷിന്റെ ഒരു ഓവറോൾ ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു മാറ്റ് ഫിനിഷിൽ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ AC വെന്റ് ഒക്കെ ആണെങ്കിലും ഒരു റൗണ്ട് ഡിസൈൻ ആണ് കൊടുക്കുന്നത്. ആ ഒരു എയർക്രാഫ്റ്റ് ആ ഒരു ടൈപ്പ് രീതിയിലാണ് അതിന്റെ ഒരു AC-യുടെ വെന്റിന്റെ ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്നത്, എലമെന്റ്സ് ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ഒക്കെ, മൊബൈലൊക്കെ കാര്യങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഗ്ലൗ ബോക്സ് ഏരിയ ഉണ്ട്. അതായത് കൂൾഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്, കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ്. ഇവിടെ നമുക്ക് ഓണും ഓഫും ചെയ്യാവുന്ന രീതിയിലുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനാണ്, 8 ഇഞ്ചിന്റെ സ്ക്രീനാണ്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ നമ്മുടെ ഹുണ്ടായുടെ ആ ഒരു ബ്ലൂ ലിങ്ക് കണക്ടിവിറ്റി ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസീവ് ഒക്കെ ആണെങ്കിൽ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ടച്ച് ഒക്കെ വന്നേക്കുന്നത്. പിന്നെ താഴെ 2 AC വെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഹസാർഡ് സ്വിച്ച് സെന്റർ ആയിട്ട് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ക്ലൈമട്രോണിക് AC ആണ് വെഹിക്കിളിന് വരുന്നത്. അതിന്റെ സ്വിച്ചസും കാര്യങ്ങളാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ 2 USB പോർട്ട് നമുക്ക് കൊടുത്തേക്കുന്നത് കാണാം. സെന്ററിലും കൊടുത്തേക്കുന്നത് കാണാം. എന്നിട്ട് ഇവിടെ സൈഡിലുണ്ട്. പിന്നെ ഒരു ടൈപ്പ് C പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പോർട്ടും നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഡ്രൈവിനായിട്ട് എടുത്തേക്കുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് AMT ട്രാൻസ്മിഷൻ ആണ്. അതിന്റെ ഒരു ഗിയർ ലിവർ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ആ ഒരു ഗിയർ നോബൊക്കെ കാണാൻ നല്ല ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് മാനുവലിയും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിന് മാനുവൽ മോഡും ഉണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം. മൊബൈലൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാവുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് വന്നിട്ട് ഒരു നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ്. മാനുവലി ഉയർത്തി വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഓഡിയോ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് ടെലിഫോണിക് സ്വിച്ചസ് കൊടുത്തേക്കുന്നത് കാണാം. ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു മാനേജ്മെന്റ് നമ്മുടെ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലസ്റ്ററിന്റെ ഫുൾ മാനേജ്മെന്റ് ഒക്കെ നമുക്ക് ഇവിടെ ഈ ഒരു ബട്ടണിലാണ് കൊടുത്തേക്കുന്നത്. കോമ്പസ് കാണാം, TPMS ഉണ്ട്. പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് ടു MT, ആവറേജ് മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ നമുക്ക് അറിയാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ റെഡ് ഇൻസേർട്ടോടുകൂടി കൊടുത്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അട്രാക്റ്റീവ് ആയിട്ടാണ്. ഫുള്ളി ഡിജിറ്റലി ഉള്ള ഒരു നമ്മുടെ ഒരു ക്ലസ്റ്റർ ആണ് കൊടുത്തേക്കുന്നത്. ഈ നടുക്കുള്ള സെന്ററിലുള്ള ആ ഒരു TFT സ്ക്രീൻ, ഒരു 4 ഇഞ്ചോളം വരുന്ന ഒരു TFT സ്ക്രീനും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ കാണാം. ഇവിടെ നമുക്ക് ട്രാക്ഷന്റെ സ്വിച്ചും പിന്നെ ഇവിടെ നമുക്ക് ക്യാമറയുടെ സ്വിച്ചസ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് ക്യാമറ അത്യാവശ്യം നല്ല ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിന്. പിന്നെ അതേണ്ട മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വന്നിട്ടുണ്ട് വെഹിക്കിളിൽ. അതേണ്ട നമുക്ക് പ്ലസ് മൈനസ് ആ രീതിയിലും നമുക്ക് വളരെ മാനുവലി ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗിയറിൽ ഇവിടെയും നമുക്ക് മാനുവൽ ഡ്രൈവ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. വൈപ്പർ നമുക്ക് നോർമൽ രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതൊരു മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു IRV ആണ് കൊടുത്തേക്കുന്നത്. ഓട്ടോ അല്ല, പക്ഷെ അതിൽ SOS ഫംഗ്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബ്ലൂ ലിങ്കിന്റെ കണക്ടിവിറ്റി അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഗ്മെന്റിലെ ആദ്യമായിട്ടാണ് ഈ വെഹിക്കിളിൽ നമുക്ക് നമ്മുടെ ഒരു കാറിലൊക്കെ ആദ്യമായിട്ടാണ് ഡാഷ് ക്യാം കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നത്. അതൊരു സേഫ്റ്റി ഫീച്ചറും കൂടെ ആണ്. അതിൽ നമുക്ക്
ഫ്രണ്ടും ഡ്യുവൽ ക്യാമറ വരുന്നതാണ്, റിയറും ഫ്രണ്ടും രീതിയിൽ വരുന്ന ക്യാമറ വരുന്ന ഒരു ഓപ്ഷനുകളാണ്. അത്യാവശ്യം നല്ല HD റെസൊല്യൂഷൻ ഒക്കെ കീപ്പ് ചെയ്യുന്ന ഒരു ഡാഷ് ക്യാം ആണ് വെഹിക്കിളിന് വരുന്നത്. ഈ ഒരു ഡാഷ് ക്യാം എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇതൊരു എല്ലാ വെഹിക്കിളിലും കമ്പനി തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഇതൊരു സേഫ്റ്റിയുടെ ഭാഗവും കൂടെ ആണ് ഈ ഒരു ഡാഷ് ക്യാം എന്ന് പറയുന്നത്. സിംഗിൾ പെയിൻ സൺറൂഫ് വെഹിക്കിളിൽ വരുന്നുണ്ട്, അത് നമുക്കിവിടെ കാണാം. സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വാനിറ്റി മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലുണ്ടോ നോക്കട്ടെ, ഇല്ല, ഈ സൈഡിലില്ല. പിന്നെ വേണ്ട സീറ്റിന്റെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഒക്കെയാണ്. ഇവിടെ എക്സ്റ്റർണൽ ബാഡ്ജിങ് ഒക്കെ കാണാം. പിന്നെ നമുക്ക് ആ ഒരു ഗ്രീൻ ഫിനിഷ് ഒക്കെ ഒരു ടോട്ടലി ഒരു ആ ഒരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത്. സെൻട്രൽ ഭാഗം ഒരു ഫുള്ളി ഒരു ഫാബ്രിക് മെറ്റീരിയൽ പോലെയാണ് കൊടുത്തേക്കുന്നത്. സൈഡിലൊക്കെ നമുക്കൊരു നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് കൂടുതലും ആ ഒരു ഫാബ്രിക് കൊടുത്തേക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം, ബോട്ടിൽ ഹോൾഡർ കാണാം, ചെറിയൊരു ഫയൽ പോക്കറ്റ്സും ഒക്കെ അവിടെ ചെറിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മുടെ ആ ഒരു ആംറസ്റ്റിന്റെ ഭാഗമൊക്കെ നമുക്ക് കൈയൊക്കെ വെക്കാവുന്ന രീതിയിൽ തന്നെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ആ ഒരു ഡോർ ഹാൻഡിലൊക്കെ ആണെങ്കിലും ഒരു മാറ്റ് ഫിനിഷ് കളറിലാണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് നേരെ റിയർ സീറ്റിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ എക്സ്റ്ററിന്റെ റിയർ സീറ്റും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല കംഫോർട്ടബിളി നമുക്ക് നല്ല ഒരു സ്പേസും കിട്ടുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പൊ എന്റെ ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു ഫ്രണ്ട് സീറ്റ് കിടക്കുന്നത്. എന്നിട്ട് തന്നെ കണ്ടില്ലേ ഇത്രയും നീ റൂമും ലെഗ് റൂമും ഒക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു കണ്ടില്ലേ ഇത്രയും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂം കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു വലിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്ലാൻഡ് ചെയ്ത് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഈ ഒരു റിക്ലൈനിലാണെങ്കിലും നല്ല ബാക്കിലോട്ട് നല്ല സ്ലാൻഡ് ചെയ്താണ്, നല്ല കംഫർട്ടബിൾ ഇരിക്കാം. തൈ സപ്പോർട്ട് നല്ല രീതി കിട്ടുന്നുണ്ട് നമുക്ക്. 3 പേർക്കും നല്ല കംഫർട്ടബിൾ ഇരിക്കാം. സെൻട്രൽ ടണലിൽ എന്ന് പറയാന്നേ ഉള്ളൂ, ജസ്റ്റ് ചെറിയ രീതിയിലുള്ളത് റേസ് ചെയ്ത് നിൽക്കുന്നത്, നമുക്ക് അതും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതൊന്നും അല്ല. പിന്നെ നമുക്ക് ബാക്കിലും 2 AC വെന്റ് കൊടുത്തിട്ടുണ്ട്, അത് ഷട്ട് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ നമുക്ക് 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഒരു സ്കൂപ്പ് ചെയ്തുള്ള രീതിയിലാണ് ആ ഒരു സീറ്റിന്റെ ബാക്ക് ഭാഗം കൊടുത്തേക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിലെ സീറ്റിൽ നമുക്കൊരു പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഹെഡ് റെസ്റ്റ് വന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കേഴ്സ് ഒക്കെ അവിടെ കാണാം. പിന്നെ ഒരു 1 ലിറ്ററോ അല്ലെ 2 ലിറ്ററിലൊക്കെ ബോട്ടിൽ വെക്കാവുന്ന രീതിയിൽ നല്ല വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം അവിടെ ആംറസ്റ്റിന്റെ ഭാഗമൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്റ്റീരിയർ പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ തന്നെ നല്ല വിസിബിലിറ്റി ആണ്. ഇത്രയും വലിയൊരു ഗ്ലാസ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും ഒരു ക്രാംഡ് ഫീലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര ഏറിയാണ് ഈ വെഹിക്കിൾ മൊത്തത്തില്. ഫ്രണ്ടിൽ നിന്നാണേലും എങ്ങനെ നോക്കിയാലും നമുക്ക് നല്ല ഏറി ഫീലാണ് വെഹിക്കിളിൽ ഉള്ളിൽ എന്ന് പറയാം. പിന്നെ ഇവിടെ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ എക്സ്റ്റൻഡഡ് ഡ്രൈവ് വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളിലേക്ക് പോകാം. 1.2 ലിറ്റർ കാപ്പ സീരീസ് എഞ്ചിൻ ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പവർ ഫിഗേഴ്സ് വരുന്നത് 83 bhpയും 114 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കാപ്പ സീരീസ് എഞ്ചിൻ എന്ന് പറയാൻ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു എഞ്ചിനാണ്. നമുക്ക് ഉണ്ടായാലും വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നമുക്ക് പണ്ട് നമ്മുടെ i10-ലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഇത്. പക്ഷെ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ആ ഒരു എഞ്ചിനിൽ. ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലാണേലും പിന്നെ ആ ഒരു മൊത്തത്തിലുള്ള ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു എഞ്ചിൻ വൈസ് നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. റിഫൈൻമെന്റിന്റെ കാര്യത്തിലാണേലും നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ആണ്. നമ്മളിപ്പം AMG ട്രാൻസ്മിഷൻ ആണ് നമ്മൾ ഡ്രൈവിനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു പവർ ലാഗ് ഒന്നും അല്ലെങ്കിൽ ഒരു നമ്മുടെ ഗിയർ ഷിഫ്റ്റ് ആവാനുള്ള ഒരു ലാഗോ അങ്ങനെ വലിയൊരു ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. AMGക്ക് നോർമൽ നമ്മൾ AMG ഓടിക്കുന്നതിനെക്കാട്ടിലും ഒരു ഇച്ചിരി ബെറ്റർ ഫീലിംഗ് ആണ് എനിക്ക് ഈ ഒരു ഡ്രൈവ് എടുത്തപ്പോൾ ഫീൽ ചെയ്തത്.
ക്വിക്കായിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മാനുവലി പ്ലസ് മൈനസ് അങ്ങനെ രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു AMG ട്രാൻസ്മിഷൻ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സും വരുന്നുണ്ടല്ലോ എന്നുള്ളത് ഒരു വലിയ കാര്യമാണത്. അത് എടുത്തു പറയണ്ട. അപ്പൊ ആ രീതിയിൽ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ലോങ് സ്ട്രെച്ച് ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് ആ രീതിയിൽ ഡ്രൈവ് ചെയ്യാം. ഡ്രൈവിങ് കുറച്ചുകൂടെ ഒരു നമുക്കൊരു എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത്. അത്രയും ഒരു പാഡൽ ഷിഫ്റ്റേഴ്സും നമുക്ക് മാനുവലിയും ഒക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. മറ്റേ AMG നമ്മളിപ്പോൾ നോർമൽ ഡ്രൈവ് മാത്രം ഇട്ടിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന പോലല്ല. അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇലക്ട്രിക് സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് വളരെ അനായാസം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ നമുക്ക് സസ്പെൻഷനെ പറ്റിയാണ് പറയേണ്ടത്. സസ്പെൻഷൻ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന മക്ഫേർസൺ സ്റ്റട്ടും റിയറിൽ വരുന്നത് ടോർഷൻ ബീം സെറ്റപ്പാണ്. അത്യാവശ്യം നല്ലൊരു റൈഡ് നമുക്ക് വെഹിക്കിളിന് തരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആണ് വെഹിക്കിൾ തരുന്നത്. അങ്ങനെ ഒരു എന്താ പറയുന്നത്, അങ്ങനെ ഒരു ബമ്പി ഫീലിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല. നല്ല കംഫർട്ടബിളി നമുക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോഴാണേലും അല്ലെങ്കിൽ ഡ്രൈവിനാണേലും നമുക്ക് അങ്ങനെ ഒരു ജെർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ലോവർ ട്രിമുകളിലെല്ലാം 6 എയർ ബാഗ്സ് വെഹിക്കിളിന് വരുന്നുണ്ട്. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള സേഫ്റ്റി സൈഡിലേക്ക് വന്നാൽ ABS, EBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, അങ്ങനെയുള്ള ഒരു എന്താ പറയുന്നത് ഫീച്ചർ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ മുന്നിലോട്ട് തന്നെ നിൽക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. എല്ലാ സേഫ്റ്റി നോംസും പാലിക്കുന്നുണ്ട്. ഹിൽ അസിസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വെഹിക്കിളിൽ വരുന്നുണ്ട്. അപ്പൊ അത്രയാണ് നമ്മുടെ ഇന്നത്തെ എക്സ്റ്ററിന്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. പിന്നെ നമുക്കിന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്ന പോപ്പുലർ ഹുണ്ടായി വൈറ്റ്ല ഷോറൂമിൽ നിന്നാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഡ്രൈവോ അല്ലെങ്കിൽ എൻക്വയറി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഷഹീറിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം താങ്ക് യു സോ മച്ച്.